ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദികളിൽ വളണ്ടിയർ ആകാൻ ലഭിച്ച അവസരം എന്നും ഓർക്കാൻ വീട്ടിലൊരു ഓർമ്മക്കൂട് തന്നെ ഒരുക്കിയിരിക്കുകയാണ് ഖത്തറിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന തിരൂർ സ്വദേശി റൌഫ്. വോളണ്ടിയർ സേവനത്തിനിടെ ലഭിച്ച അത്യപൂർവമായ സമ്മാനങ്ങളും സ്വന്തമായി എടുത്ത ഫോട്ടോകളും പതാകകളും ഒക്കെ ഒരുക്കി ഒരു വീടിനെ ഒരു മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ് അദ്ദേഹം. സ്റ്റേഡിയത്തിന്റെ പേര് സ്വന്തം വീടിന് നൽകി. ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണാൻ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അവസരം ലഭിച്ചത് 2022 ഖത്തർ ലോകകപ്പിലാണ്. മത്സരം കാണാൻ മാത്രമല്ല, ടീമിനൊപ്പം ഗ്രൗണ്ടിലിറങ്ങാനും കളി കാണാനെത്തുന്ന VVIPകളെല്ലാം സ്വീകരിക്കാനും തിരൂർക്കാരൻ റൌഫ് 20 മത്സര വേദികളിലാണ് സജീവമായി ഉണ്ടായിരുന്നത്. ഫുട്ബോൾ ആരാധകർക്കെല്ലാം ഇത് വിസ്മയമാണ്. ഓരോന്നും അപൂർവവുമാണ്. റൌഫ് തന്നെ പറയും എല്ലാ കാര്യങ്ങളും. റൌഫ്, ഇത് എന്തൊക്കെയാണ് ഈ കാര്യങ്ങൾ? ഇത് കളി കാണാൻ വരുന്ന വിദേശ VVIPകൾക്ക് ഖത്തർ ഗവൺമെൻറ് നൽകുന്ന ഗിഫ്റ്റുകളാണ് ഓരോ ഇതിലുള്ള അധിക സാധനങ്ങളും. ഇത് ടിക്കറ്റാണ്, മെറ്റൽ ടിക്കറ്റ് എന്ന് അതിന് പറയാം. അതായത് കളി കാണുന്ന VVIPകൾക്ക് ഗവൺമെൻറ് ആതിഥേയരായ ഖത്തർ ഗവൺമെൻറ് സമ്മാനിക്കുന്ന മെറ്റൽ ടിക്കറ്റാണിത്. ഇതങ്ങനെ അവർ കളി കഴിഞ്ഞ് പോകുമ്പോഴും അവരെ സ്നേഹപ്രകടനത്തിന് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്തതിന് വേണ്ടി എനിക്ക് തന്നതാണിതെല്ലാം. പിന്നെ ഇത് വന്നിട്ട് ഫിഫ വേൾഡ് കപ്പിൽ കേരളത്തിൻ്റെ ആദ്യ സംഭാവനയാണിത്. അതായത് അർജന്റീനയെ ഫസ്റ്റ് കളിയിൽ സൗദി തോൽപ്പിച്ചു. അങ്ങനെ ആ സന്തോഷത്തിൽ കളി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു VIP എനിക്ക് തന്നതാണ്. ആ സന്തോഷം പ്രകടനത്തിൽ എനിക്ക് തന്നതാണിത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഖത്തർ ഫിഫ വേൾഡ് കപ്പ് കമ്മിറ്റിയുടെ ഒരു മേധാവിയുണ്ട്. അവർ എനിക്ക് പ്രത്യേകമായി തന്നതാണിത്. ഖത്തർ എയർവൈസിന്റെ പ്രത്യേക എഡിഷനാണ്, അങ്ങനെ കിട്ടിയതാണിത്. സമ്മാനങ്ങളെല്ലാം ശേഖരിച്ചു വെക്കുക എന്നതിലുപരി ഓരോന്നിനും പുറകിലെ ചരിത്രവും കോർത്തിണക്കിയാണ് മ്യൂസിയം തയ്യാറാക്കിയത്. ജീവിതത്തിലെ അത്യപൂർവ അവസരം എക്കാലവും ഓർക്കാൻ സ്വന്തം വീടിന് പ്രധാന സ്റ്റേഡിയമായ അൽ ബൈത്തിന്റെ പേരും നൽകി. കളി കഴിഞ്ഞ് പോകുമ്പോൾ അവരെ സ്നേഹപ്രകടനം, അവർക്ക് കിട്ടിയ ഓരോ ഗിഫ്റ്റുകളും നമുക്കൊക്കെ തന്ന് സഹായിച്ച വളണ്ടിയർമാർക്ക് എനിക്ക് മാത്രമല്ല മറ്റുള്ള വിദേശത്തുള്ളതൊക്കെ വേറെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഓരോന്നും തരുമായിരുന്നു. പിന്നെ ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ചോദിച്ചു വാങ്ങിയതുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഏറ്റവും വലിയ അതിനെക്കാട്ടും വലിയ അനുഭവം ഇനി ജീവിതത്തിലില്ല, ഉണ്ടാകാനില്ല. അത്രമാത്രം അനുഭവങ്ങൾ. കഴിഞ്ഞ 20 വർഷമായി ഖത്തറിൽ ഹെവി ഡ്രൈവറായി ജോലി ചെയ്യുന്ന റൌഫ് തന്റെ മ്യൂസിയം വിപുലമാക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ഖത്തറിലേക്ക് പോയാൽ ഇവ പൊന്നുപോലെ സൂക്ഷിക്കാൻ റൌഫിന്റെ ഭാര്യയും മക്കളും ഉണ്ടാകും തിരൂരിലെ അൽ ബൈത്തിൽ. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം.